ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളിലെല്ലാം പൂർണ്ണമായ സഹായത്തോടെയും സഹകരണത്തോടെയുമാണ് ആ DPR ക്ലിനിക്ക് ഫലപ്രദമായി നമ്മൾ നടപ്പിലാക്കിയത്. സാധാരണ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട DPR ക്ലിനിക്ക് എന്നൊരു സംവിധാനം നടപ്പിലാവുമായിരുന്നില്ല. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് സംരംഭകരാവാൻ ആഗ്രഹിക്കുന്നവർ മറ്റു വകുപ്പുകളെ ആശ്രയിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിന്നിരുന്നത്, അതിനുവേണ്ടി ശ്രമിച്ചിരുന്നത്. നമുക്ക് തന്നെ ഒരു മുൻകൈ എടുത്താൽ വളരെയധികം ഫലപ്രദമായി കാർഷിക മേഖലയിലെ സംരംഭകരാവാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ DPR ക്ലിനിക്കിലേക്ക് നമ്മൾ ചുരുക്കിവെച്ചത്. വൈഗയുടെ ഭാഗമായി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളൊന്നും അല്ലെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഈവന്റ് എന്ന് പറയുന്നത് DPR ക്ലിനിക്കാണ്. വൈഗ എന്ന് പറഞ്ഞാൽ ഇൻ എസെൻസ് ഒരു DPR ക്ലിനിക്ക് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ബഹുമാനപ്പെട്ട മന്ത്രിയും സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ മനസ്സിലും ഇതിനു മുമ്പ് നമ്മൾ നടത്തിയ DPR ക്ലിനിക്കുകളുടെ അന്ന് ഞാൻ വകുപ്പിലില്ല, പക്ഷെ നിങ്ങളിൽ പലർക്കും അതിൻ്റെ ഒരു മെമ്മറി ഉണ്ടാവും. അതിൻ്റെ ഒരു വിജയം അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ വ്യക്തമായിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വൈഗയെക്കുറിച്ചുള്ള 2026 വൈഗയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി മുന്നോട്ട് വെച്ച ആശയം അല്ലെങ്കിൽ ആവശ്യം നമ്മൾ മുമ്പ് നടത്തിയതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വിജയകരമായ രീതിയിൽ DPR ക്ലിനിക്ക് എന്തായാലും നടത്തണം. ഈ ഒരു സംരംഭത്തിന്റെ ഉദ്ദേശം കൃഷി മാത്രമല്ല, കൃഷി കഴിഞ്ഞിട്ടുള്ള സെക്കൻഡറി അഗ്രികൾച്ചർ അല്ലെങ്കിൽ നമ്മൾ പറയും കാർഷിക സംരംഭം വളർത്തുക എന്നുള്ള ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഈ കർഷകരെ FPO തുടങ്ങിയിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. 2023 DPR ക്ലിനിക്കില് നിങ്ങളെ പോലെ ഈ ഒരു ചെയറിൽ ഇരുന്ന് എൻ്റെ ആശയങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ വന്ന് ചേർന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജില്ലയിലെ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ മുഖേനയാണ് ഞാൻ വൈഗയിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ ഇവിടെ വരുമ്പോൾ ആണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഒരു സംരംഭകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ആശങ്കകളും, ഇതിന് എത്രത്തോളം തുക എനിക്ക് ആവശ്യമുണ്ട്, ഇതിന് എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ എനിക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ആവശ്യമുണ്ട് എന്നൊക്കെയുള്ളതിൽ ഒരു ആശങ്ക എന്തായാലും ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു. കാരണം കൃഷി മേഖലയിൽ ഞാൻ നിൽക്കുമ്പം എനിക്ക് ആ കൃഷിയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. എന്നാൽ ഇതിനെ എങ്ങനെ എക്കണോമിക്കലായിട്ട് അല്ലെങ്കിൽ എത്ര ഫിനാൻസ് ആവശ്യമുണ്ട് ഈ ഒരു പ്രോജക്റ്റിനെ അടുത്ത തലത്തിലേക്ക് പോകുമ്പോൾ, കാരണം നമ്മൾ തേനീച്ചപ്പെട്ടി വാങ്ങിച്ച് കൃഷി ചെയ്യുന്ന പരിപാടിയല്ല, അല്ലെ വീട്ടിൽ ചെയ്യുന്ന പരിപാടിയല്ല വലിയൊരു പ്രൊജക്റ്റിലേക്ക് പോകുമ്പോൾ. അപ്പം നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയം അതിനെ നമുക്കൊന്ന് ക്രോഡീകരിച്ച് തരാൻ പറ്റുന്ന ഒരു ആളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അവരുടെ റെസ്പോൺസ് പോലെ ഇരിക്കും നമ്മുടെ ആ ഒരു പ്രൊജക്റ്റ് അടുത്ത തലത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതിന് ഒരു റിസൾട്ട്. ഒരു സംരംഭത്തിന്റെ ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്ത് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിനെ നമുക്ക് പറഞ്ഞ് കാണിച്ചു തരുന്ന സാധനമാണ് ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട്. ആ പ്രോജക്റ്റ് റിപ്പോർട്ട് നോക്കിയാൽ തന്നെ അത് നോക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ എന്തുമാത്രം ഹെൽത്തിയാണ് ആ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ന് ലാഭകരമാവും, നമ്മളെ വിറ്റ് വരവിൽ കൂടെ എന്ന് നമുക്ക് അതിന്റെ ബ്രേക്ക് ഈവൻ എത്താൻ പറ്റും. എന്നുവെച്ചാൽ കുറച്ച് പദങ്ങളുണ്ട്, IRR. അപ്പൊ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് എത്ര പെർസെന്റേജിന്റെ മേലെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പല DPR ഉണ്ടാക്കി തരുന്നവര് IRR 19, 20, ഇപ്പൊ ആദ്യം ചെയ്തു വരുമ്പോൾ 11 ആണെങ്കിൽ അതിനെ 19, 20 ആക്കി പെരുപ്പിച്ച് കാണിക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പെട്ടെന്ന്. DPR സാധാരണ ഉണ്ടാക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാല്യൂസിലേക്ക് നോക്കാതെ വാല്യൂസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് ഇഫക്റ്റീവ് ആക്കിയിട്ട് ചെയ്തത് തന്നെയാണോ, പ്രായോഗിക തലത്തിലാണോ ചെയ്തിരിക്കുന്നത്, പ്രൊഡക്ഷൻ സൈക്കിൾ കറക്റ്റ് ആണോ, ആ പ്രോഡക്റ്റിന് കൊടുത്തിരിക്കുന്ന മാർക്കറ്റ് പ്രൈസ് കറക്റ്റ് ആണോ, അതിന്റെ എന്താ പറയാ എല്ലാ കോസ്റ്റുകളും അതിനകത്ത് വന്നിട്ടുണ്ടോ, വർക്കിംഗ് ക്യാപിറ്റൽ അതിന് കൊടുത്തിട്ടുണ്ടോ. അപ്പൊ ഇതെല്ലാം നോക്കി ഒരു ലൈഫുള്ള ഒരു ജീവൻ തുടിക്കുന്ന DPR ഉണ്ടാക്കലാണ് ബുദ്ധിമുട്ട്.